Hello guys, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായില്ലേ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇഞ്ചി നന്നായിട്ട് അരച്ചതാണിത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു 5 ഫുൾ വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കിയത് കാണാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഒരു 4 ചുവന്നുള്ളിയാണ്. ഇത് അത്ര അത്യാവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഒരു കളറിനൊക്കെ കാശ്മീരി ചില്ലി നല്ലതാണല്ലോ. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഫ്രൂട്ടോമാൻസിൻ്റെ വിനെഗറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് എന്താ പറയുക, ഉപ്പെടുത്തട. അപ്പോൾ എന്താ പറയുക, നമ്മളിതിലേക്ക് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഈ ഒരു മസാല റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള വിനെഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള മസാലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലി ഒരു സാധനം കൂടെ ഇടാനുണ്ട്. ഉണക്കമുളകൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ട് പൊടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഫൈനലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കുകയാണോ അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂറാണ് വെക്കാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് മുങ്ങി പൊരിക്കണം ചിക്കൻ. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടില്ലേ? ചൂടായിട്ടുണ്ടല്ലോ. വെച്ചാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ പൊരിക്കാതിരിക്കില്ല. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് മായനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മായനെ ടേസ്റ്റ് ചെയ്തിട്ട് വേഗം ഒന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് മായനെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ബൈ പറ. ബൈ ബൈ ബൈ.